ഹായ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ജയ്സൽമേറിൽ നമ്മുടെ ഫോട്ടോയ്ക്കാണ് നിൽക്കുന്നത്. ഞങ്ങളിന്ന് വളരെ ബഡ്ജറ്റ് ഫ്രണ്ടിലേക്ക് കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ രാവിലെയാണ് ഫോട്ടോയിൽ കയറുന്ന സമയത്താണ് ഞങ്ങൾ സഞ്ജയ് ഭായ് എന്ന് പറയാം ഞങ്ങളെ കാണുന്നത്. ഫസ്റ്റ് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായി കണ്ടു, പറ്റിക്കൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഒഴിവാക്കി. പിന്നെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങൾ പിന്നാലെ വന്ന് അപ്പോഴൊക്കെ ഞങ്ങൾ അങ്ങനെ ഒഴിവാക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പര് മുമ്പുള്ള വീഡിയോസ് കാണിച്ചു തന്നപ്പോൾ ഞങ്ങൾ മൂപ്പര് പരിചയപ്പെട്ടു. ആ ഒരു പരിചയപ്പെടൽ ഇന്ന് ഒരു ദിവസം ഫുള്ളും ജയ്സൽമേർ എവിടെയൊക്കെ പോകേണ്ടോ ഒക്കെ മൂപ്പര് എന്ത് ചെയ്തു കൃത്യമായി കണ്ട് ഞങ്ങൾ ഗൈഡൻസ് തന്ന് ഫ്രീ റൂമും ഫ്രീ ഫുഡും പിന്നെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൃത്യമായി കാണിച്ചു തന്ന് വളരെ ജയ്സൽ മറക്കാൻ പറ്റാത്ത ദിവസം ഞങ്ങൾക്ക് ഇറക്കി തന്ന ഒരാളാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ सफारी भेजा ना आपको जीप सफारी फुल नॉलेज എൻ്റെ പൊന്നു ചങ്ങാതി പറഞ്ഞു കേൾക്കാം. അതായത് ഞങ്ങൾ ഇദ്ദേഹത്തെ കണ്ടപ്പം ഒന്നാമത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ വരുമ്പോൾ ഒരുമാതിരിയുള്ള ആൾക്കാർ വന്ന് നമ്മളെ സ്പാം ചെയ്യുന്നതാണ്. അതായത് ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാൻ പറ്റിക്കും, അങ്ങനെ കമ്മീഷൻ വാങ്ങിച്ച് ഒരുപാട് കാര്യം നമ്മളെ പറ്റിക്കുന്ന പരിപാടിയാണ്. നമ്മൾ ഫസ്റ്റ് സഞ്ജയ് ഭായെ കണ്ടപ്പോൾ അതുപോലത്തെ ഒരാളായിട്ടാണ് വിചാരിച്ചത്. ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം മുന്നോട്ട് പോയി. പിന്നെ അവസാനം ഇങ്ങനെ ബൈക്കിൽ വന്ന് യൂട്യൂബിൽ പണ്ട് കുറേ മലയാളികളൊക്കെ വന്ന് അവരുടെ അനുഭവങ്ങളൊക്കെ കാണിച്ച് കുറേ വീഡിയോസ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശ്വാസമൊന്നും വന്നില്ല. പിന്നെ അങ്ങനെ നമ്മൾ നമ്പർ വാങ്ങിച്ച് വാട്സപ്പിൽ അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ഫുഡ് ഇങ്ങനെ സ്ഥലത്ത് ഫ്രീ ഉണ്ട്, ഇങ്ങനെ. പിന്നെ ഇവിടുന്ന് നമുക്കറിയാമല്ലോ ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഡെസർട്ടാണ്. ഡെസർട്ടിൽ പോകാനുള്ള വരി നോക്കുമ്പോൾ എല്ലാം ബഡ്ജറ്റ് നോക്കുമ്പം ഒരാൾക്ക് പെർ 1000, 2000, 1500 എന്ന രീതിയിലാണ് ആർത്ത് വെച്ചാൽ. പക്ഷേ നമ്മൾ ഇദ്ദേഹത്തോട് സംസാരിച്ച് ഇദ്ദേഹത്തോട് പരിചയപ്പെട്ട് ഇദ്ദേഹം ഓരോ കാര്യങ്ങൾ പറഞ്ഞത് വെറും നമുക്ക് ഡെസേർട്ടിൽ ഞങ്ങൾ പോയത് ഷെയർ ടാക്സി, ആദ്യം പറഞ്ഞ ഷെയർ ടാക്സി വിളിച്ച് കണ്ട് പോയി. അത് പെർ ഹെഡ് ഒരാൾക്ക് 70 രൂപ അല്ലെങ്കിൽ 100 രൂപ കംഫർട്ട് ചെയ്തിരിക്കുക. 100 രൂപയിൽ പോയി തിരിച്ച് ഇവിടെ എപ്പോഴും ബസ്സുണ്ട്, തിരിച്ച് ബസ്സിനും അല്ലെങ്കിൽ ഇങ്ങോട്ട് ഷെയർ ടാക്സി അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ടിലേക്കാണ്ട് ഡെസേർട്ടിൽ പോയി. അവിടെ നിന്ന് ജീപ്പ് സവാരിയും അതേപോലെ കുതിര സവാരി, ഒട്ടക സവാരിയും ഇതൊക്കെ കൃത്യമായി കണ്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ടിലേക്കാണ്ട് മെത്തേഡ്. ഒട്ടക സവാരിയും ജീപ്പ് സവാരിയും ഞങ്ങൾക്ക് ഒരാൾക്ക് 325 രൂപ വന്നോളൂ. സാധാരണ ഇവിടെ വരുന്ന ഒരാൾക്ക് കുറഞ്ഞത് 1000, 1500 രൂപ വെച്ച് വാങ്ങുന്നത് ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെട്ട് ഇദ്ദേഹം കാരണം 325 രൂപയ്ക്ക് സാധിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വന്നാലും ഞങ്ങൾ മലയാളീസിനെ സപ്പോർട്ട് ചെയ്യാൻ സഞ്ജയ് ഭായ് കാണും. സഞ്ജയ് ഭായ് പോലത്തെ നോർത്തിൽ ഞാൻ 3 വർഷമായിട്ടുണ്ട്. സഞ്ജയ് ഭായ് പോലത്തെ ഒരാളെ ഞാൻ കണ്ടിട്ട് സത്യം. നിങ്ങളിവിടെ വന്ന് ഇയാളെ പരിചയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയ്സൽമേർ അത്രത്തോളം മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. സഞ്ജയ് ഭായ് വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട, ഇത്ര കാര്യങ്ങളൂടെ പറഞ്ഞല്ലേ. അപ്പോൾ എന്തായാലും വിചാരിക്കും സഞ്ജയ് ഭായിക്ക് ഒരു കമ്മീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്നുള്ളതിലായിരിക്കും. പക്ഷേ പുള്ളി വന്നപ്പോഴേ പറഞ്ഞു നിങ്ങൾ 1 രൂപ എനിക്ക് തരണ്ട, നിങ്ങൾക്ക് ഞാൻ പൈസ വാങ്ങൂല, നിങ്ങളെ പൈസ എനിക്ക് വേണ്ട, നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ എൻ്റെ ഇതെന്താണ് എനിക്ക് ആൾക്കാരെ സഹായിക്കണമെന്നൊരു മൈൻഡുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യണേ. നമ്മളതിപ്പോൾ രാത്രി നമ്മൾ ഏകദേശം വന്നിപ്പോൾ സൺറൈസും പുള്ളിയാണ് കൊണ്ടുവന്ന് കാണിച്ചു തന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 7:30 ടൈമായിട്ടുണ്ടാവും. ഇതുവരെ പുള്ളി ഒരു ഷെയറോ ഒന്നും, അതായത് പുള്ളിക്ക് ഒരു ചായ കുടിക്കാൻ ഒരു 10 രൂപ ഒന്നും പറഞ്ഞിട്ടില്ല. പുള്ളി വേണ്ട, നിങ്ങൾക്ക് സന്തോഷമായോ അത് മാത്രമേ പുള്ളി തിരക്കിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരുന്നെങ്കിൽ പുള്ളി ഒന്ന് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ആ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് എങ്ങനെ സെറ്റാക്കാം? കാരണം ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ നമുക്കറിയാം നല്ല ചിലവുണ്ടാവല്ലേ. ആ ഒരു ചിലവിൻ്റെ പ്രശ്നത്തിലാണ് നിങ്ങൾ രാജസ്ഥാൻ ഒഴിവാക്കുന്നതെങ്കിൽ, രാജസ്ഥാനിൽ ജയ്സൽമേറിൽ ഒഴിവാക്കുന്നെങ്കിൽ അത് വേണ്ട. നിങ്ങൾ ധൈര്യമായിട്ടും ഭായിയെ കോൺടാക്ട് ചെയ്യുക. പുള്ളി എല്ലാ കാര്യങ്ങളും നല്ലതല്ലേ ചെയ്തു തരും. ഓക്കെ, ഇന്ന് രാവിലെ സഞ്ജയ് ഭായനെ കണ്ട സമയത്ത് 2 വട്ടം അദ്ദേഹത്തെ ഒഴിവാക്കി, ഞങ്ങളെ തട്ടിപ്പ് നടത്താണെന്ന് വിചാരിച്ച്. പക്ഷേ അയാൾ വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് വണ്ടിയും കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് പോയാൽ എത്ര പൈസ കുറയും, ഭക്ഷണം ഈ സ്ഥലത്തുണ്ട് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന പോലെ ഞങ്ങളെ A to Z ജയ്സൽമേർ ഫുള്ള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. അതിന് അദ്ദേഹത്തെ നന്ദി പറയാണ്. Thanks for all of your work. Thank you for having me. all Malayali this video share all student full mind and Jaisalmer സഞ്ജയ് ജയ്സൽമേർ full knowledge യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനലത്തെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. എല്ലാവരും ജയ്സൽമേറിൽ വന്നാൽ സഞ്ജയ് ഭായി നിങ്ങൾ കോൺടാക്ട് ചെയ്തോ
നിങ്ങൾക്ക് ജയ്സൽമേർ മുതലായി. അത്രേ പറയുള്ളൂ. No, morning you, ഓക്കെ, അതെ. morning you for no first, other be first. पहले भी ऐसे हुआ मेरे साथ. ഈ മോർണിംഗ് നമ്മൾ പറഞ്ഞില്ലേ സഞ്ജയ് ഭായ് ഒഴിവാക്കിയിട്ട് പോയത്. ഇങ്ങനെ പോയ ഒരുപാട് പേര് തന്നെ വീണ്ടും അവസാന ടൈമിൽ സഞ്ജയ് ഭായ് ചെയ്ത സഹായങ്ങളും കാര്യങ്ങളും ഓർത്ത് തിരിച്ച് സോറി വരെ പറഞ്ഞ അവസ്ഥ വന്നു. No sorry. All Malayalis पहले Malayali सब डरता है पहले. First time फिर धीरे. So we are so sorry for first time. No sorry. So സത്യം പറ, ഇന്ന് ഈ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ലെങ്കിൽ मुझे देख के ये डर गए कि मैं इनको लूट रहा हूँ. तो ये सही थे. ये अपनी जगह यू राइट, मैं अपनी जगह राइट. फिर इनको लगा कि हाँ मैं अच्छा हूँ. ഓക്കെ, No problem. ഇദ്ദേഹത്തെ കണ്ടത് കൊണ്ട് ഞങ്ങളിത് കുറഞ്ഞ ഞങ്ങൾ ചെലവ് നിങ്ങൾ കേട്ടാൽ തന്നെ തൊട്ടു. ആ ചെലവിൽ ഞങ്ങൾ ജയ്സൽമേർ A to Z എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി കണ്ടു. താങ്ക്സ്. Thank you. ഓക്കെ, Bye. പ്ലീസ് സബ്സ്ക്രൈബ് My YouTube channel subscribe Sanjay Jaisalmer. My mobile number 7740838888. കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ Thank you.